കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ അവഗണനയ്ക്കെതിരെ സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു റാലിയാണിത്. ഈ റാലിയുടെ നേതൃത്വം ക്യാപ്റ്റനായിട്ടുള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചോർമൽ സാറാണ്. ഈ റാലിയിലൂടെ നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങളാണ് പറയുന്നത്. ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഈ ഗവൺമെന്റിന് സ്ഥാപിച്ച JB കോശി കമ്മീഷൻ, ഈ കമ്മീഷന്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പൂർണ്ണ രീതിയിൽ പുറത്തുവിടുക. ആ റിപ്പോർട്ട് സഭാ നേതൃത്വവും സമുദായ നേതൃത്വവുമായിട്ട് ആലോചിച്ച് നടപ്പിൽ വരുത്തുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് ഗവൺമെന്റ് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തമായ ആവശ്യമായിരുന്നു അത്. NSSന് ലഭിച്ച വിധി ക്രൈസ്തവർക്കും ബാധകമാക്കണമെന്ന്. കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയുടെ ഈ ആവശ്യം ക്രൈസ്തവ സഭകള് ഒരുമിച്ച് ഉന്നയിച്ചു. അത് ഗവൺമെന്റ് അംഗീകരിച്ച് ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. അതുപോലെ മറ്റാവശ്യങ്ങളും സമാന രീതിയിൽ സമവായത്തിന്റെ ഒരു മനോഭാവത്തോടെ ഞങ്ങളുമായി സംസാരിച്ച് നടപ്പിൽ വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവകാശ സംരക്ഷണ റാലി ഇവിടെ നയിക്കുവാനായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് രാജീവ് കൊച്ചൂരി സാറാണ്. സാർ, ഈ ഒരു അവകാശ സംരക്ഷണ റാലിയിലൂടെ ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയാണ് അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ സമരം നടത്തുന്നത്. നിരവധിയായിട്ടുള്ള മേഖലകളിൽ ക്രൈസ്തവ സമുദായം അവഗണിക്കപ്പെടുന്നത് നമുക്കറിയാം. അത് ഈ റാലിയുടെയും ഈ യാത്രയുടെയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിക്കുവാൻ സർക്കാരുകൾ തയ്യാറാകണം. അത് കേന്ദ്ര സർക്കാരും ആയിക്കൊള്ളട്ടെ, സംസ്ഥാന സർക്കാരും ആയിക്കൊള്ളട്ടെ. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അവിടെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ നമ്മൾ പൊതുസമൂഹത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരും, ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അവകാശങ്ങൾ അംഗീകരിക്കാൻ സർക്കാരുകൾ തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയോടെ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ തിരുവനന്തപുരം എങ്ങനെയാണ് ഈ ഒരു ഇത് ക്രമീകരിച്ചിരിക്കുന്നത്, അതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കും. കാസർഗോഡ് പാണത്തൂരിൽ നിന്നാണ് ഇന്ന് ആരംഭിക്കുക. ഇന്ന് മുതൽ എല്ലാ രൂപതകളിലും എല്ലാ ജില്ലകളിലും ഈ യാത്ര കടന്നു വരുന്നുണ്ട്. എല്ലാ രൂപതകളിലും അഭിമന്യ പിതാക്കന്മാർ ഈ ജാഥയെ അഭിസംബോധന സംസാരിക്കുന്നു. ഈ സമുദായത്തിന്റെ പ്രതിസന്ധികളാണ് അവർ സമൂഹത്തിന് മുമ്പിൽ, ഭരണാധികാരിയുടെ മുമ്പിൽ അറിയിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും 24-ാം തീയതി അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ വമ്പിച്ച ഭരണയോടുകൂടി പ്രകടനത്തോടും കൂടി സമാപിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വലിയ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഉണ്ട്. ക്രൈസ്തവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, അത് പൊതുസമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും, അത് മറ്റ് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും ഉൾപ്പെടെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഈ യാത്രയിൽ നമ്മൾ ഉന്നയിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ജനകീയമായിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കാനുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വലിയ ജനപങ്കാളിത്തം, വലിയ പൊതുജന പിന്തുണ ഈ യാത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞും അവർ ഗൗരവമായിട്ട് വിഷയത്തെ കാണുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏതൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവ സമുദായം നേരിടുന്ന വെല്ലുവിളികൾ ഒരു വലിയ ചർച്ചാ വിഷയമാണ് ഈ യാത്രയിൽ. പ്രതി ഈ നാളുകളിലൊക്കെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മളുടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമാണ്. ഈ വിഷയം നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരു വലിയ ഉത്തരവാദിത്തോടു കൂടിയുള്ള ഇടപെടലുകൾ നടത്തണം. നീതി ലഭ്യമാകണം. വന്യമൃഗാക്രമണ പ്രശ്നം അതീവ ഗൗരവമായ വിഷയമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അതൊന്നും സർക്കാർ ഗൗരവമായിട്ട് കാണുന്നില്ല. അതിൽ വലിയ ശ്രദ്ധ ഈ യാത്രയുടെ നമ്മൾ ഉന്നയിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് റബ്ബറിന്, നെല്ലിനുൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കണം. അത് സർക്കാരുകൾ ചെയ്യേണ്ട കാര്യമാണ്. പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ചെയ്യുന്നില്ല, വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. EW സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗൗരവമായിട്ടുള്ള ഇടപെടൽ നടത്തി ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാരുകൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ യാത്ര ഉന്നയിക്കുന്നത്. നീതി ഔദാര്യമല്ല, അവകാശമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ അവകാശ സംരക്ഷണ റാലി കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട പാമ്പ്രാലി പിതാവ് ചേരുകയാണ്. പിതാവെ, ഈ റാലി സമുദായത്തിന് തന്നെ ഒരു ഒത്തൊരുമയല്ലേ? സാധാരണക്കാരായ കർഷകർ ജാതി മതഭേദമന്യേ സർവരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അതിന് പരിഹാരം നിലനിൽപ്പിന് വേണ്ടിയുള്ള മലയോര കർഷകരുടെ ഒരു പോരാട്ടം
മാറ്റമായിട്ടാണ് ഈ യാത്രയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ സഭയുടെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് നാലുവോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാർ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു അവകാശങ്ങളെ വരെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതിനെതിരെ അവകാശ സംരക്ഷണ റാലിയിൽ നമ്മോടൊപ്പം ചേരുന്നത് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ ഇമീജിയസ് കുഞ്ചിനാനി പിതാവാണ്. പിതാവ് കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പ് ഡെലിഗേറ്റും കൂടിയാണ്. പിതാവെ, ഈ ഒരു അവകാശ സംരക്ഷണ റാലിയിൽ കത്തോലിക്ക സഭ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കത്തോലിക്ക കോൺഗ്രസിന്റെ എന്തായിരുന്നു? അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല. അത് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് നൽകേണ്ടതാണ്. നാം നൽകുന്ന പണം, നാം നൽകുന്ന നിർദ്ദേശങ്ങൾ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് നമുക്കായിട്ട് ക്ഷേമം നൽകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നാം അനുഭവിക്കുന്ന നമുക്ക് മറുപടി കിട്ടും. അതുകൊണ്ടാണ് നാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ അവകാശ സംരക്ഷണ റാലി നമ്മൾ ക്രമീകരിക്കുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖല ഒരു പരിധിവരെ തകർന്നടി. അതിന് കാരണക്കാരാരാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും സർക്കാരിന് ചെയ്യാനുള്ളത് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഓരോ വിഷയങ്ങളിലും തത്വശക്തി ഗവൺമെന്റിനെ കൊണ്ടുവരുന്നതിനാണ് ഈ റാലി. താങ്ക് യു.